ഹലോ, നമുക്കിന്ന് HSC നാച്ചുറൽ സയൻസിൻ്റെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ ഇക്കോളജി സെഷനിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജീവമണ്ഡലത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഏതാണ്? ജീവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, സൾഫർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി കാർബൺ ആണ് വരിക. അടുത്ത ചോദ്യം, മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന ഒരു നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നത് ഫ്രീ ലിവിംഗ് ആയിട്ട് കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സൾഫർ ബാക്ടീരിയ, ഓപ്ഷൻ ബി റൈസോബിയം, ഓപ്ഷൻ സി അസറ്റോബാക്ടർ, ഓപ്ഷൻ ഡി ഡീനൈട്രിഫൈങ് ബാക്ടീരിയ. അപ്പോൾ സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഓട്ടോട്രോഫിക് ആണ്. നമ്മൾ സൊപ്പോഷി എന്ന കാറ്റഗറി വരുന്ന ആൾക്കാരാണ് സൾഫർ ബാക്ടീരിയ. കാരണം സൾഫറിൽ നിന്ന് അവർക്ക് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് കീമോ ഓട്ടോട്രോഫ് എന്ന കാറ്റഗറി വരുന്ന ആളാണ് സൾഫർ. സൾഫർ ബാക്ടീരിയ. റൈസോബിയം എന്ന് പറയുന്നത് എവിടെയാണ്? സാധാരണ പയറുചെടികളുടെയും മറ്റും വേരുകളിൽ കാണപ്പെടുന്നു. ഡീനൈട്രിഫൈൻ ബാക്ടീരിയ എന്താണ്? അത് നൈട്രജനെ ഡീനൈട്രിഫൈ ചെയ്തിട്ട് അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നവയാണ്. അപ്പം ഇതിൽ ഓപ്ഷനിൽ ഇപ്പോൾ കാണുന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അസറ്റോബാക്ടർ. അതായത് ഫ്രീ ലിവിംഗ് ബാക്ടീരിയയുടെ ഉദാഹരണമാണ് അസറ്റോബാക്ടർ. അടുത്ത ചോദ്യം, സൾഫർ ബാക്ടീരിയ ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സൾഫർ ബാക്ടീരിയ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അവര് സ്വപോഷിയാണോ, പരപോഷിയാണോ, മൃതഭോജിയാണോ, വിഘാടകരാണോ? കാരണം സൾഫർ എന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അവർ സ്വപോഷികളാണ്. അതായത് കീമോ ഓട്ടോട്രോഫ്സ് എന്ന കാറ്റഗറിയാണ് സൾഫർ വരുന്നത്, സൾഫർ ബാക്ടീരിയ. അടുത്തത് നാലാമത്തെ ചോദ്യം, ഒരു തടാകത്തിലെ ആവാസ വ്യവസ്ഥയിൽ രണ്ടാം പോഷണ തലത്തിൽ വരുന്നത് എന്താണ്? ഒരു തടാക ആവാസ വ്യവസ്ഥയിൽ ഇത് സസ്യപ്ലവകങ്ങൾ എന്നാണ്, സസ്യപ്ലവകങ്ങൾ. അപ്പോൾ രണ്ടാം പോഷണ തലത്തിൽ എന്ന് പറഞ്ഞാൽ ട്രോഫിക് ലെവൽസ്, രണ്ടാം ട്രോഫിക് തലത്തിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രോഫിക് തലത്തിൽ ആരാ വരുന്നത്? ഫൈറ്റോ പ്ലാങ്ക്ടൺ അഥവാ സസ്യപ്ലവകങ്ങൾ. രണ്ടാമത്തത് സൂ പ്ലാങ്ക്ടൺ. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനകത്ത് സസ്യപ്ലവകങ്ങൾ, ജന്തുപ്ലവകങ്ങൾ, നിതല ജീവികൾ ഇവയൊന്നുമല്ല. നിതല ജീവികൾ എന്ന് പറഞ്ഞാൽ അടിയിൽ കാണപ്പെടുന്ന ജീവികളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് സസ്യപ്ലവകങ്ങളായിരിക്കും. രണ്ടാമത്തെ തലത്തിൽ വരുന്ന ആൾക്കാർ ജന്തുപ്ലവകങ്ങൾ അല്ലെങ്കിൽ സൂ പ്ലാങ്ക്ടൺ എന്ന് പറയും. ഇതാണ് അതിന്റെ ഓപ്ഷൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇതിന്ന് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബാക്കി ഇതിലിപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ ഈ 3 മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഡി എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ഒറ്റപ്പെട്ടത്. അടുത്തത് ആറാമത്തെ ചോദ്യം, അതായത് ഇതിന്നും ഒറ്റപ്പെട്ടതിനെ തന്നെ കണ്ടെത്തുക. ആറാമത്തെ ചോദ്യം അത് തന്നെയാണ്. റൈസോബിയം, ക്ലോസ്ട്രീഡിയം, അസറ്റോബാക്ടർ, സൾഫർ ബാക്ടീരിയ. ഇവർ 3 പേരും എന്താണ്? നൈട്രജൻ ഫിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളാണ്. പല രീതിയിലാണേ ഉള്ളൂ, റോളുകൾ പല രീതിയിലാണ്. പക്ഷെ ഇവർ 3 പേരും നൈട്രജൻ സ്ഥിരീകരണത്തിൽ പങ്കെടുക്കുന്നവരാണ്. അതേസമയം സൾഫർ ബാക്ടീരിയയോ അത് കീമോ ഓട്ടോട്രോഫ്സ് ആണ്, സ്വപോഷികളായിട്ട് കരുതുന്ന ആൾക്കാരാണ്. ആറാമത്തത് ഓപ്ഷൻ ഡി സൾഫർ ബാക്ടീരിയ. ഏഴാമത്തെ ചോദ്യം, അത് നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ പറ്റിയുള്ള ചോദ്യമാണ്. ബുക്സ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ബുക്സ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഓർത്തിരിക്കുക, വന്യജീവി സങ്കേതത്തെ പറ്റി എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ബുക്സ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. ഇവിടെ പ്രൊജക്ട് ടൈഗറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഉത്തരം? കടുവേനെ കടുവാ സംരക്ഷണമാണ് പ്രധാനമായിട്ടും ബുക്സ വന്യജീവി സങ്കേതത്തിൽ നടത്തുന്നത്. ഇവിടെയാണ് ഇത് കാണപ്പെടുന്നത്, വെസ്റ്റ് ബംഗാളിലാണ് ബുക്സ വന്യജീവി സങ്കേതം കാണപ്പെടുന്നത്. ബുക്സ വന്യജീവി സങ്കേതം വെസ്റ്റ് ബംഗാൾ. എന്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? കടുവ. എട്ടാമത്തെ ചോദ്യം, കൂടിയ അളവിൽ എക്സ്റേ വികിരണത്തിന് വിധേയരാകുന്ന സ്ത്രീകളുടെ കുട്ടികളിൽ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. ഇതിന് കാരണം എന്താണ്? അതായത് എക്സ്റേ വികിരണം ഏൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്റേ അവിടെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അത് എക്സ്റേ വികിരണം വിധേയമാകുന്നവരിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നത്? കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രകൃതി നിർദ്ധാരണമാണോ, ഉൽപരിവർത്തനമാണോ, രാസപരിണാമമാണോ? ഇതൊന്നുമല്ല. ഇതിൻ്റെ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് എന്തായാലും വരാനുള്ള സാധ്യതയില്ല. നമ്മുടെ
തിയറി പ്രകാരം, ഇവല്യൂഷൻ തിയറി പ്രകാരമല്ല ഇത്. കാരണം പുറമേ നിന്നുള്ള ഒരു എക്സ്റേ വികിരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരാനുള്ള സാധ്യത മ്യൂട്ടേഷൻ അഥവാ ഉൽപരിവർത്തനം, അത്തരത്തിലുണ്ടാകുന്ന ജനറ്റിക് ചേഞ്ചസ് മൂലമായിരിക്കാം കുട്ടികൾ അംഗവൈകല്യമുള്ളവരായി വരുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീമോഗ്ലോബിൻ ഡാഷിനെ സ്വീകരിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ആക്കുന്നു. ഹീമോഗ്ലോബിൻ ഡാഷിനെ സ്വീകരിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുന്നു. ആരുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്? കാർബൺ മോണോക്സൈഡുമായിട്ട്. കാർബൺ മോണോക്സൈഡുമായിട്ട് അഫിനിറ്റി ഉണ്ടായിട്ടാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. പക്ഷെ എന്താ, ചില സമയത്ത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുകയും കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? കാർബോക്സി ഹീമോഗ്ലോബിനാക്കി മാറ്റുന്നു. അതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കാർബൺ മോണോക്സൈഡിനെയാണ് സ്വീകരിക്കുന്നത്. അടുത്തത് പിന്നെയും ഒരു ദേശീയ പാർക്ക് അല്ലെങ്കിൽ നാഷണൽ പാർക്കിനെ പറ്റിയാണ് വരുന്നത്. ദുധവ നാഷണൽ പാർക്ക്. ദുധവ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മുഖ്യമായും സംരക്ഷിക്കപ്പെടുന്നത് ആരെയാണ്? ഏത് മൃഗത്തെയാണ് ദുധവ ദേശീയ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്? ദുധവ എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് ഉത്തർപ്രദേശിലാണ് കാണപ്പെടുന്നത്. യുപിയിലുള്ള ഒരു ദേശീയോദ്യാനമാണ് ദുധവ. ആരെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? എഗെയിൻ കടുവയാണ്. പ്രൊജക്ട് ടൈഗറിന്റെ അണ്ടറിൽ വരുന്ന ഒരു ദേശീയോദ്യാനമാണ് ദുധവ. യുപിയിലാണ് കടുവേനെയാണ് സംരക്ഷിക്കുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. വന്യജീവി സംരക്ഷണ പദ്ധതികളിൽ ജാഗ്രത പുലർത്താൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. വന്യജീവി സംരക്ഷണ പദ്ധതികളിൽ ജാഗ്രത പുലർത്താൻ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അബ്രിവേഷൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളിലും അത് യഥാർത്ഥ രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി ഒരു ജാഗ്രതാ കമ്മിറ്റി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. IUCN, IBWL, WHO, UNESCO. ഈ ബാക്കി മൂന്നും എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻസ് ആണ് നമുക്കറിയാം. അപ്പൊ അതിൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? IBWL. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിരിക്കണം ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ് ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്, ക്ഷമിക്കാൻ. കമ്പ്യൂട്ടറിൻ്റെ പെന്നുമായിട്ട് ചെറിയൊരു പ്രശ്നം അതുകൊണ്ടാണ്. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, അതാണ് IBWL. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ഒരു ജാഗ്രതാ കമ്മിറ്റിയാണ്, ഓർത്തിരിക്കുക. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതിന്റെയൊക്കെ ബാക്കി ഫുൾ ഫോംസ് ഒക്കെ അറിഞ്ഞിരിക്കുക, എല്ലാവർക്കും അറിയില്ല. ഇന്ത്യൻ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ് IUCN എന്ന് പറയുന്നത്. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്ന് പറയുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? പാരീസ് ആണ് അല്ലെ? പാരീസ് ആണ് ഫ്രാൻസിൽ. 1945 എസ്റ്റാബ്ലിഷ് ആയത്. ഇതൊക്കെ യുനെസ്കോ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ? ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി, പഞ്ചാബ്. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. ബി ആണ് ഇതിന്റെ ഓപ്ഷൻ വരിക. ഉത്തർപ്രദേശാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. അത് സുന്ദർലാൽ ബാഹുഗുണയുടെ നേതൃത്വത്തിൽ വില്ലേജിലത്തെ കുറെ ഗ്രാമീണരായ സ്ത്രീകള്, അതായത് മരങ്ങളും മറ്റും മുറിക്കുന്നതിനെതിരെ നടത്തിയൊരു പ്രൊട്ടക്ഷൻ ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതില് അവര് മരം മുറിക്കാൻ വന്നപ്പോൾ വില്ലേജേഴ്സ് എല്ലാം കൂടെ, അതായത് പ്രത്യേകിച്ച് പെണ്ണുങ്ങള് എല്ലാവരും മരത്തെ കെട്ടിപ്പിടിച്ചു നിന്നാണ് പ്രസ്ഥാനത്തിനെ പറ്റി പറഞ്ഞത്. അതിന്റെ ആസ്ഥാനം മെയിനായിട്ട് തുടങ്ങിയത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചെടുത്തുള്ള ചോദ്യത്തിന് ഉത്തരം ഉത്തർപ്രദേശാണ്. തുടങ്ങിയതാണ് സുന്ദർലാൽ ബാഹുഗുണയുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. അതുപോലെ സൗത്ത് റീജിയണിൽ എനിക്ക് തോന്നുന്നു കർണാടകയാണെന്ന് തോന്നുന്നു, അവിടെ എങ്ങാണ്ട് ഒരു അപ്പിക്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞതും ഇതിന്റെ ഇതേപോലെ തന്നെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റിൽ ഇടുക. എവിടെയാണ് തുടങ്ങിയത് അപ്പിക്കോ പ്രസ്ഥാനം? അടുത്തത് 13ാമത്തെ ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇന്ത്യൻ പക്ഷി.
വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇന്ത്യൻ പക്ഷിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണോ, സഞ്ചാരി പ്രാവാണോ, കഴുകനാണോ, കാക്കയാണോ? ഇതിന്റെ ഉത്തരം എന്താണ്? നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സഞ്ചാരി പ്രാവാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് അല്ല, സഞ്ചാരി പ്രാവ്. 14ാമത്തെ ചോദ്യം, മാബ് എന്നതിന്റെ പൂർണ്ണരൂപം. ഇത് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മാബിന്റെ പൂർണ്ണരൂപം എന്താണ്? മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. മാൻ ആൻഡ് ബയോസ്ഫിയർ. ഇവിടെ പോലെ സെയിം ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പ്രോജക്റ്റ് ആണ്. അപ്പം നമ്മൾ അറിയുന്ന തന്നെ ചിലപ്പോൾ എഴുതുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് പ്രോഗ്രാം എന്നുള്ളത് നോട്ട് ചെയ്ത് എഴുതുക. മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആണ് മാബിന്റെ ഫുൾ ഫോം. പ്രോജക്റ്റ് അല്ല, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. അടുത്തത്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം എന്ത്? ഇതിന്റെ ചിഹ്നം എന്താണെന്നാണ് ചോദ്യം. ഡോൾഫിൻ ആണോ, കങ്കാരു ആണോ, ഭീമൻ പാണ്ടയാണോ? ഇതാണ് ഓപ്ഷൻ. ഇതിൽ വരുന്നത് ഭീമൻ പാണ്ട, ജയൻ പാണ്ടയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം. അടുത്ത ചോദ്യം, ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഭൗമദിനം ഏപ്രിൽ 20 ആണോ, 22 ആണോ, 12 ആണോ, 21 ആണോ? ഏതാണ് ഭൗമദിനം വരുന്നത്? ഏപ്രിൽ 22. ഓപ്ഷൻ ബി ആണ് വരിക. ഏപ്രിൽ 22 ആണ് ഭൗമദിനമായിട്ട് സാധാരണ നമ്മൾ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ വന്യജീവികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നാഷണൽ പാർക്കാണ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ എന്നറിയപ്പെടുന്നത്. അത് ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ജീവിയാണ് സംരക്ഷിക്കുന്നത്? മുതലേനെയാണോ, കടുവേനെയാണോ, അതോ അത് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണോ, മാൻ സംരക്ഷണമാണോ? ഇതിലേതാണ് വരിക? മെയിനായിട്ട് വരുന്നത് ഇതും കടുവ സംരക്ഷണ കേന്ദ്രമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അപ്പം സുന്ദർബനെ പറ്റി ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇവിടെ കാണുന്നത് വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലാണ് ഇത് കാണപ്പെടുന്നത്. ഒരു ഏറ്റവും വലിയ മാംഗ്രോവ് വെജിറ്റേഷൻ എന്ന് അറിയപ്പെടുന്നതാണ്. മാംഗ്രോവ് വെജിറ്റേഷൻ ആണ്, വെറ്റ്ലാൻഡ് ഏരിയ ആണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ എന്താണ്, വലിയൊരു റിസർവ് ആണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള? ബംഗാൾ ടൈഗർ. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് റിസർവോയർ ഫോർ ദ ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗറിന്റെ ഏറ്റവും വലിയൊരു റിസർവ് ആണ് ഈ പറയുന്ന സുന്ദർബൻസ്. അതുകൂടാണ്ട് പിന്നെ എന്തൊക്കെയാണ് സംരക്ഷിക്കുന്നുണ്ട്? ഒന്ന് ഓർത്തിരിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ജീവിയും കൂടി ഉണ്ട് അവിടെ, സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ആണ് മറ്റൊരു ജീവി എവിടെ സംരക്ഷിക്കപ്പെടുന്നത്? സുന്ദർബൻസിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഗംഗാ ബെൽറ്റിലാണ് ഇത് വരുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മാംഗ്രോവ് വെജിറ്റേഷൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സുന്ദർബൻസിലാണ്. പക്ഷെ അവിടെ എന്ത് വന്യജീവികളുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ കടുവ സംരക്ഷണം വരുന്നുണ്ട്, സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈലും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ഉഷ്ണമേഖലാ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിൽ ഉഷ്ണമേഖലാ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി കാണപ്പെടുന്ന ഏരിയയാണ് ഉഷ്ണമേഖലാ വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്നത് ഒറ്റയൊരു സ്ഥലമേ ഉള്ളൂ, കേരളവും അതുപോലെ ആസാം. ഏകദേശം ഹ്യൂമിഡിറ്റി ലെവലും കാലാവസ്ഥയൊക്കെ ഇവിടെ രണ്ടുപേരും ഒരുപോലെയാണ്. ഒന്ന് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിലും ഇവിടെയും ഏകദേശം നമുക്ക് സിമിലറായ കാലാവസ്ഥകൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഉഷ്ണമേഖലാ വനങ്ങളും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലും ആസാമിലുമാണ്. അടുത്ത ചോദ്യം, മാനസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബീഹാറിലാണോ, ആസാമിലാണോ, ഗുജറാത്തിലാണോ? മാനസ് വന്യജീവി സങ്കേതം. മാനസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാം. ഇവിടെയാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആസാം. ഓപ്ഷൻ ബിയിലാണ് മാനസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്, ആസാമിലാണ്. നമ്മൾ മുമ്പ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ വേറൊരു വന്യജീവി സങ്കേതത്തെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ, നാഷണൽ പാർക്കിനെ പറ്റി. അതേതായിരുന്നു? ആസാമിലുള്ളത് അറിയുന്നവര് നോക്കൊന്ന് കമന്റ് ചെയ്യുക. അടുത്തത് ക്വസ്റ്റ്യൻ 20. സുൽത്താൻപൂർ തടാക പക്ഷി സങ്കേതമാണ്. പേരെയാണ് സുൽത്താൻപൂർ ആണ്, പക്ഷെ തടാക പക്ഷി സങ്കേതമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ജമ്മു കാശ്മീരാണോ, കർണാടകയാണോ, ഹരിയാനയാണോ, മധ്യപ്രദേശാണോ? സുൽത്താൻപൂർ പക്ഷി സങ്കേതം. അതിന്റെ പേരിൽ തന്നെയാണ്. എന്തിനായിരിക്കും സംരക്ഷിക്കുന്നത്? പക്ഷികളെയാണ്. അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹരിയാന. ഓപ്ഷൻ സി ഹരിയാനയാണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം കാണപ്പെടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.